ഗൈസ്, നമ്മുടെ ഈ പുട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. പെട്ടെന്ന് കാണുമ്പോൾ ഇത് റവ പുട്ട് ഓർ ഗോതമ്പ് പുട്ടാന്ന് വിചാരിക്കും. പക്ഷേ അല്ല കേട്ടോ, ഇത് നമ്മുടെ നാടൻ കപ്പൻ്റെ പുട്ടാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന പുട്ടുകളാണ് ഗോതമ്പ് പുട്ട്, അരിപ്പുട്ട്, റവ പുട്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തുകൊണ്ട് കപ്പ ഉപയോഗിച്ചിട്ടൊരു പുട്ടുണ്ടാക്കിക്കൂടാ. അങ്ങനെ ഞങ്ങളൊന്ന് വെറൈറ്റി പിടിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ എന്താണ് ഈ കൈക്കോട്ടൊക്കെ എടുത്തത് ആ തൊടിയിലേക്ക് വന്നതാണ്. അപ്പോൾ ആദ്യം ഞങ്ങളിവിടെ കുറേ കപ്പ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ആദ്യം ഉണ്ടായിരുന്ന കപ്പൊക്കെ ഞങ്ങൾ മാന്തിയെടുത്ത് ഉപയോഗിച്ചു. ഇതിപ്പോൾ അവസാനം ഒരു 3-4 മുരണ്ടുണ്ടായിരുന്നു, അതാണിപ്പോൾ മാന്തിയെടുക്കുന്നത്. പിന്നെ നല്ല വെയിലാണ് ഇവിടെ, അതുകൊണ്ട് കപ്പൻ്റെ മുരണ്ടുമ്മലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഉള്ള ഒരു 3-4 കമ്പ് പൊരിച്ചെടുത്തു. അപ്പോൾ ഞങ്ങൾക്കൊരു ബക്കറ്റ് കപ്പ കിട്ടി. പക്ഷെ കുറേയൊക്കെ വളരെ ചെറുതൊക്കെയാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കപ്പൻ്റെ പൊടി ഉണ്ടാക്കാനല്ലേ. അങ്ങനെ ഒക്കെ നന്നാക്കി വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും കേട്ടോ. ഇത് തോല് പൊളിച്ചിട്ട് കട്ട് ചെയ്തിട്ട് വെയിലത്തിട്ട് ഉണക്കേണ്ടി വരും. അപ്പം എന്നാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് കപ്പൻ്റെ പുട്ട് കഴിക്കാനല്ലേ. അപ്പോൾ അതൊന്നൊരു വിഷയമായി തോന്നിയില്ല. അപ്പോൾ ഒക്കെ നന്നാക്കി ക്ലീനൊക്കെ ചെയ്തിട്ട് പിന്നെ നന്നാക്കി ഒന്നും കൂടെ വാഷ് ചെയ്തു. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ വളരെ നൈസായിട്ടുള്ള കൊത്തിയെടുക്കുന്നത്. പക്ഷേ എളുപ്പമായിട്ട് ഞാൻ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ കൊത്തിയെടുക്കാനാണ്. അപ്പോൾ വളരെ നൈസായിട്ട് കിട്ടുക. ഏകദേശം ഇപ്പം ഞങ്ങൾക്കൊരു 2.5 കിലോനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കപ്പ. അങ്ങനെ എല്ലാ കപ്പയും ഞാനിതാ വളരെ നൈസാക്കി മുറിച്ചെടുത്ത് 2 പാത്രം കേട്ടോ. വളരെ നൈസാണ് കേട്ടോ, കാണുമ്പോൾ മനസ്സിലാവല്ലോ. അങ്ങനെ ഇതാ നല്ല വെയിലാണ് കേട്ടോ ടെറസുമിൽ. അങ്ങനെ ടെറസുമിൽ ഇതാ കൊണ്ടുപോയിട്ടൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ സംഭവം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഉണങ്ങിയിട്ടുണ്ട്. എന്നാലും ഒരു 2 ദിവസം എക്സ്ട്രാ എടുത്തിട്ട് ഞാൻ ഒന്നും കൂടെ ഉണക്കിയിട്ടുണ്ട്. അങ്ങനെ കപ്പ ഇതാ വെയിലൊക്കെ കൊണ്ടിട്ട് ഇപ്പോൾ എമൗണ്ടൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ കുറച്ചുള്ള. അങ്ങനെ ഇതാ ഞാൻ പൊട്ടിക്കുമ്പോൾ കണ്ടില്ല ഒരു പ്രത്യേക സൗണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ വാരി നോക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നല്ല ഉണങ്ങിയൊരു സൗണ്ട്. അപ്പോൾ നമ്മൾ വെയിലത്ത് നിന്ന് നല്ല ചൂടോടാണ് ഇപ്പം കൊണ്ടുവന്നത്. നമ്മൾ ആ ചൂടിലിട്ടിട്ട് ഇതാ അപ്പം മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാനാണ് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഇനി വലിയ പീസൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ചെറിയ പീസാക്കി ഇടണേ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ പൊടിച്ചെടുക്കാൻ പോകണേ. അപ്പോൾ അതാ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല നൈസാണ്. അങ്ങനെ ഞാനിതാ 2ാമത്തെ ബാച്ച് ഇതിൽ ഇട്ട് കൊടുക്കാൻ. ആദ്യത്തെ ബാച്ച് ഇട്ടപ്പോൾ തന്നെ പൊടിയാൻ കുറച്ച് ടൈം പിടിച്ചിരുന്നു. പക്ഷേ ഞാനിതാ 2ാമത്തെ ബാച്ച് ഇത് ഒന്നും കൂടെ ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത്ര പീസാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പൊടിച്ച പോലെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കപ്പയും ഞാനിതാ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു പാത്രം നിറയെ കപ്പൻ്റെ പൊടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊടിക്കൊരു കളർ ചേഞ്ച് ഉണ്ട്, കാരണം ഞങ്ങളുടെ കപ്പ ഒരു മഞ്ഞ കളർ കപ്പയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാനിതാ കപ്പ പുട്ടുണ്ടാക്കാൻ പോവാണ്. ഏകദേശം ഒരു 3 കരണ്ടിയോളം എടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി നമുക്ക് നല്ല എയർ ടൈറ്റ് ആയുള്ള ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് എന്താണ് ഉണ്ടാക്കാൻ തോന്നുന്നത് അപ്പോൾ ഈ പൊടി എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതാ കലക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സാധാരണ പുട്ട് എങ്ങനെയാണോ കുഴയ്ക്കുന്നത് അതേ രൂപത്തിൽ കുഴച്ചെടുക്കുക. ഞാൻ കുറച്ച് തേങ്ങ ആദ്യം തന്നെ ചിരകി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ പുട്ടിന് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ
കുഴച്ചെടുക്കാൻ പോവാണ്. ആദ്യം ഒന്ന് നന്നാക്കി മിക്സ് ചെയ്യുക, തേങ്ങ ഒക്കെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ. അതിനുശേഷം വെള്ളം തളിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ആദ്യം ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഗോതമ്പ് പൊടി പുട്ടുണ്ടാക്കാൻ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതേ രീതിയിൽ. ഇനി ഇത് ഓക്കെ ആണെന്ന് അറിയാം, ഒന്ന് പിടിച്ചു നോക്കിയാൽ മതി, അപ്പം നമ്മൾ മനസ്സിലാവും ഓക്കെ സെറ്റ്. ഇനി നമ്മൾ പുട്ടുംകുറ്റിയിൽ നമ്മുടെ കപ്പ പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. ആദ്യം കുറച്ച് തേങ്ങ ഇടാണ്, പിന്നെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ 3 കഷണമാണ് ഞാനിതിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഈ കുറ്റിയിൽ നിറച്ചിട്ടുണ്ട്. അവസാനം കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കുക. ഈ തേങ്ങ ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യട്ടോ. എന്നിട്ട് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ അതാ നമ്മളൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട്. ഗ്യാസൊക്കെ കത്തിക്കാൻ. അപ്പോൾ പുട്ടിനൊക്കെ വെള്ളം വെച്ചു. അങ്ങനെ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ആവി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ പുട്ട് കുത്തിയെടുക്കാൻ പോവാണ്. നമ്മുടെ അടിപൊളി കപ്പ പുട്ട്. ഇതിന് കപ്പൻ്റെ സ്മെല്ലാണ് ഇട്ടുണ്ടാവുക. ചിലർക്ക് ഈ സ്മെല്ല് ഇഷ്ടപ്പെടാറുണ്ടാവില്ല, അതുപോലെ ഇതിൻ്റെ ടേസ്റ്റും. പക്ഷേ ഇത് കറി കൂട്ടി കഴിക്കാണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. ഓക്കെ, നല്ല ചൂടാണ് കേട്ടോ. അപ്പം നമ്മുടെ നാടൻ കപ്പ പുട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഒരു പീസ് എടുക്കുന്നുണ്ട്. കുറച്ചൊരു എന്താ പറയുക, ഒരു ഉറപ്പ് പോലെ ഉണ്ടാവും കേട്ടോ, കപ്പൻ്റെ പുട്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്നലത്തെ മത്തിക്കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിതാ ഇതിന്ന് ഒരു മത്തി ഉണ്ട് കേട്ടോ, അതെടുക്കാൻ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഒരു പീസ് എടുക്കുക. ഇതിൽ മുക്കുക, മീൻ കൂട്ടിയെടുക്കുക. എന്നിട്ട് കഴിച്ച് നോക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. നമ്മൾ കപ്പയും മത്തിയൊക്കെ കൂട്ടി കഴിക്കില്ല, അതേ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ ചിലർക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനൊന്നും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കപ്പ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊടിയൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇതൊരു ഭാരിച്ച ജോലിയായിരിക്കും, എന്നാലും ടേസ്റ്റ് അറിയാനും നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. താങ്ക്